ഞാനിപ്പോൾ ഉള്ളത് ഒരു പുതിയ ഫോർച്യൂണറിലാണ്. പുതിയ ഫോർച്യൂണറിൽ യൂഷ്വലി ചെയ്യാത്തതിനൊരു വ്യത്യാസമായിട്ടുള്ളൊരു ഹെഡ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ സാധാരണ ചെയ്യാൻ ലാപ്ടോപ്പിൽ നിന്നാണ് ട്യൂൺ ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ഫ്രണ്ട് ചാനൽ, റിയർ ചാനൽ, സബ് ഊഫർ എല്ലാവരും ഇതിൽ നിന്ന് ട്യൂൺ ചെയ്യും. ഹായ് എവരിവൺ. സോ ഞാനിപ്പോൾ ഉള്ളത് ഒരു പുതിയ ഫോർച്യൂണറിലാണ്. പുതിയ ഫോർച്യൂണറിൽ യൂഷ്വലി ചെയ്യാത്തതിനൊരു വ്യത്യാസമായിട്ടുള്ളൊരു ഹെഡ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4GB 64-ഉം 8128-ൻ്റെ ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ ചെയ്യണത് ഈ ഹൈപ്പർസോണിക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ അവർ ഫോർച്യൂണർ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു സെറ്റ് ഇറക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ബിഗർ ദാൻ എനിത്തിങ് എൽസ് ദാറ്റ് യു ഹാവ് സീൻ. അത് വേറൊരു മാനുഫാക്ചറുടെ അടുത്തും ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനം കണ്ടിട്ടില്ല. ഓക്കെ, ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നത് മറ്റേ ടെസ്ലയായിരുന്നു. അപ്പോൾ ടെസ്ലയായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ താഴെ വരെയും ചെയ്യും, അതിൽ കുറേ വള്ളികളുണ്ട്. ബിക്കോസ് ഈ സ്ക്രീനിൻ്റെ അടിയിൽ വരുന്ന മറ്റേ AC-യുടെ കൺട്രോൾസും കൂടെ അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ആയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മറ്റേ വേർത്ത് കുളിച്ചൊക്കെ നന്നാക്കണോടം വരെ പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. ആൻഡ് അത് പ്രിമിറ്റീവ് ആയിരുന്നു, ഭയങ്കര പഴയത്. ആൻഡ്രോയിഡ് വേർഷൻ 6 ഒക്കെ ആയിരുന്നു അന്ന് ഇറങ്ങിയിരുന്ന ടെസ്റ്റിലേക്ക്. അപ്പോൾ അത് ഫുൾ തലവേദനയായിരുന്നു ആ സാധനം. എനിവേസ്, അത് മാറിയിട്ട് ഇപ്പോൾ ഈ പുതിയ സ്ക്രീൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.8 ഇഞ്ചസ്, അതായത് ഇതിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് സൈസ് ആയിട്ടുള്ളത്. 4GB 64 ഒക്ടാ കോർ പ്രോസസ്സർ ആൻഡ് ഇൻബിൽട്ട് 360 ക്യാമറയുടെ ഇൻപുട്ടുള്ള ഒരു സിസ്റ്റം. സോ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഹൈപ്പർസോണിക്കിൻ്റെ ഈ അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം സിസ്റ്റം തന്നെയാണ്. ആകെ സ്ക്രീൻ സൈസ് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ. ആൻഡ് പാനൽ ഇതിന് സ്പെസിഫിക് ആയിട്ട്, ഫോർച്യൂണറിന് സ്പെസിഫിക് ആയിട്ടും വന്നേക്കാണ്. സോ ഐ ജസ്റ്റ് ഷോ ദാറ്റ്. സോ ദിസ് ഇസ് ദ സിസ്റ്റം ആൻഡ് 11.8 ഇഞ്ചസ് ആണിത്. ഇതിൽ ആസ് യൂഷ്വൽ പ്ലേ സ്റ്റോർ ഉണ്ട്, ഈക്വലൈസേഴ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഫ്ലാറ്റ് വെച്ചേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലൊരു ഓഡിയോ പ്രോസസ്സർ റൺ ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കലിൽ നിന്ന് ഡയറക്റ്റ് ഓഡിയോ പ്രോസസ്സർ റൺ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ട്യൂണിങ് കംപ്ലീറ്റ് ഞാൻ ഇവിടുന്ന് ലാപ്ടോപ്പിൽ നിന്നാണ് ട്യൂൺ ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ഫ്രണ്ട് ചാനൽ, റിയർ ചാനൽ, സബ് ഊഫർ എല്ലാവരും ഇതിൽ നിന്ന് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യം ഇല്ല. ബേസിക്കലി ഇതിൻ്റെ EQ-ൽ പണിയേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 360 എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തായതുകൊണ്ടൊന്നും മനസ്സിലാവില്ല, സ്റ്റോറിൻ്റെ അകത്തായതുകൊണ്ടും പിന്നെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ സ്ക്രീനിൽ വീഡിയോസ് കാണാൻ പറ്റും. പാട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ആപ്പിൾ കാപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അതെല്ലാനും ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതും നമുക്ക് എടുത്തിട്ട് അതിലും വർക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള ഈ നമ്മളുടെ 360 ഒക്കെ ഉള്ള മറ്റേ അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിൻ്റെ വീഡിയോസ് വേറെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ദ സെയിം തിങ്, ഓൺലി തിങ് ഇത് ഫോർച്യൂണർ സ്പെസിഫിക് ആയിട്ടുള്ള സെറ്റാണ്.